12th സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് CBSE ICSE സ്റ്റുഡൻസിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു 10 റിയേജൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളതൊന്ന് നോക്കി വെച്ചേക്കണേ. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആവശ്യം വരുന്ന റിയേജൻറ്റുകളാണ്. ഒന്നാമത്തത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, RMGX. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ ടു എ കാർബണൈൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് ടൊളൻസ് റിയേജൻറ്റ്, അമോണിക്കൽ സിൽവർ നൈട്രേറ്റ്. നിങ്ങൾക്കറിയാം ആൽഡിഹൈഡിൻ്റെ ടെസ്റ്റിനുള്ളതാണ്. ഫെല്ലിംഗ് സൊല്യൂഷൻ, അതും നിങ്ങൾക്കറിയാം ആൽഡിഹൈഡിൻ്റെ ടെസ്റ്റിന് വേണ്ടിയുള്ളതാണ്. കോപ്പർ സൾഫേറ്റിനെയും പൊട്ടാഷ്യം പൊട്ടാഷ്യം ടാർട്രേറ്റിനെയും കൂടെ മിക്സ്ചർ. പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത് ബേയേഴ്സ് റിയേജൻ്റ് ആണ്, ആൽക്കലൈൻ KMnO4. അത് അൺസാച്ചുറേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു റിയേജൻ്റ് ആണ്. പിന്നെ അടുത്തത് ലൂക്കാസ് റിയേജൻ്റ് ആണ്, ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ. സിങ്ക് ക്ലോറൈഡ്, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ മിക്സ്ചർ. പിന്നെ അൽക്കഹോളിക് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, കേൾക്കുമ്പോഴേ ഓർമ്മ വരേണ്ടതാണ്, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഓർക്കാനുള്ളത് ഹിൻസ്ബർഗ് റിയേജൻ്റ് ആണ്, ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻ. പിന്നുള്ളത് നൈട്രേറ്റി മിക്സ്ചറാണ്, കോൺസെൻട്രേറ്റഡ് HNO3 H2SO4 മിക്സ്ചർ, NO2 ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിലേക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള 2 റിയേജൻറ്റും കൂടി ഉണ്ട്. ഒന്ന് ഓക്സിഡൈസിങ് ഏജൻറ്റ്, അത് നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ KMnO4 അല്ലെങ്കിൽ ആസിഡിഫൈഡ് K2Cr2O7, അല്ലെങ്കിൽ നമ്മുടെ പിന്നെയുള്ളത് റെഡ്യൂസിങ് ഏജൻ്റാണ്, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോഹൈഡ്രൈഡ്, അതുപോലെയുള്ളത്. താങ്ക് യു.